ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജനുവരി 3. രക്ഷാ ദൗത്യം. യഹോവേ, നിങ്കൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, നീ ഉത്തരമരുളും. സങ്കീർത്തനം 38:15. ഓസ്ട്രേലിയയിലെ ഒരു ഫാം ആനിമൽ റെസ്ക്യൂ ഓർഗനൈസേഷനിലെ സന്നദ്ധ പ്രവർത്തകർ വൃത്തികെട്ടതും കട്ടപിടിച്ച 34 കിലോഗ്രാമിലധികം കമ്പിളി രോമവുമുള്ള അലഞ്ഞു തിരിയുന്ന ഒരു ആടിനെ കണ്ടെത്തി. 5 വർഷമെങ്കിലും ആയിട്ടുണ്ടാവണം ആ ആട് അവിടെ കുറ്റിക്കാട്ടിൽ ഒറ്റപ്പെട്ടിട്ട് എന്ന് രക്ഷാപ്രവർത്തകർ സംശയിച്ചു. അവന്റെ ഭാരമേറിയ രോമങ്ങൾ നീക്കം ചെയ്യുന്ന ഒട്ടും സുഖകരമല്ലാത്ത പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ സന്നദ്ധ പ്രവർത്തകർ അവനെ ആശ്വസിപ്പിച്ചു. തൻ്റെ ഭാരത്തിൽ നിന്ന് മോചിതനായ ശേഷം ബറാക്ക് ഭക്ഷണം കഴിച്ചു. അവൻ്റെ കാലുകൾ ശക്തി പ്രാപിച്ചു. തൻ്റെ രക്ഷാപ്രവർത്തകരോടും സങ്കേതത്തിലെ മറ്റു മൃഗങ്ങളോടുമൊപ്പം സമയം ചെലവഴിച്ചതിനാൽ അവൻ കൂടുതൽ ആത്മവിശ്വാസമുള്ളവനും സംതൃപ്തനുമായി. സങ്കീർത്തനക്കാരനായ ദാവീദ് ആഴമായ ദുഃഖഭാരത്തിന്റെ വേദന അറിയുകയും തിരസ്കരിക്കപ്പെട്ടവനായും നഷ്ടപ്പെട്ടവനായും തീരുകയും ഒരു വിടുതലിനായി ആഗ്രഹിക്കുകയും ചെയ്തു. സങ്കീർത്തനം 38 ദാവീദ് ദൈവത്തോട് നിലവിളിച്ചു. അവൻ ഏകാന്തതയും വിശ്വാസവഞ്ചനയും നിസ്സഹായതയും അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും അവൻ ആത്മവിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. യഹോവേ, നിങ്കൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, നീ ഉത്തരമരുളും. ദാവീദ് തൻ്റെ വിഷമാവസ്ഥയെ നിഷേധിക്കുകയോ ആന്തരിക അസ്വസ്ഥതകളും ശാരീരിക അസ്വസ്ഥതകളും കുറച്ചു കാണുകയോ ചെയ്തില്ല. പകരം ദൈവം സമീപസ്ഥനായിരിക്കുമെന്നും തക്ക സമയത്ത് ശരിയായ വഴിയും വാതിലും തുറന്നു കൊടുക്കുമെന്നും അവൻ വിശ്വസിച്ചു. ശാരീരികമോ മാനസികമോ വൈകാരികമോ ആയ ഭാരങ്ങളാൽ നാം വിഷമിക്കുമ്പോൾ ദൈവം നമ്മെ സൃഷ്ടിച്ച ദിവസം മുതൽ അവൻ ആസൂത്രണം ചെയ്ത രക്ഷാദൗത്യത്തിൽ പ്രതിജ്ഞാബദ്ധനായിരിക്കും. എൻ്റെ രക്ഷയാകുന്ന കർത്താവേ, എൻ്റെ സഹായത്തിന് വേഗം വരയണമേ എന്ന് നാം അവനോട് നിലവിളിക്കുമ്പോൾ നമുക്ക് അവൻ്റെ സാന്നിധ്യത്തിൽ ആശ്രയിക്കാം. ചിന്തിക്കുക, നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ദൈവം എങ്ങനെയാണ് തൻ്റെ വിശ്വസ്തത വെളിപ്പെടുത്തുന്നത്? നിങ്ങളെ ആശ്വസിപ്പിക്കാനും പിന്തുണയ്ക്കാനും ദൈവം മറ്റുള്ളവരെ എങ്ങനെയാണ് ഉപയോഗിച്ചത്? ദൈവത്തിന് മഹത്വം.